ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ചക്കക്കുരു കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. അത് ഉപ്പേരി എന്നും പറയാം, മെഴുക്ക് പുരട്ടി എന്നും പറയാം. നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. നമുക്കിനി ചക്കക്കുരുവിൻ്റെ തോലങ്ങ് കളയാം. നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തോലേ ആദ്യം നമുക്ക് തോല് കളയാതെ ഇങ്ങനെ കീറിയെടുക്കാം. എന്നിട്ട് നമുക്ക് തോല് കളയാം. കണ്ടാ എത്ര എളുപ്പമാണ് ഇങ്ങനെ തോല് കളയാൻ. എന്തായാലും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കീറിയിട്ടാണല്ലോ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ആ കീറൽ തോല് കളയുന്നതിൻ്റെ മുന്നേ തന്നെ കീറിയിട്ട് തോലിങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ എളുപ്പം പണിയും കഴിയും, തിരക്കുള്ളവർക്ക് വേഗം ചെയ്യുകയും ചെയ്യാം. ഇതിങ്ങനെ കീറിയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താലും കുട്ടികളിങ്ങനെ തോല് പഴത്തിൻ്റെ തോല് ഊരുന്നത് പോലെ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് തോല് കളഞ്ഞ് പിന്നെ അത് കീറിയൊക്കെ ചെയ്യണ്ടേ. ഈ ചക്കക്കുരു നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് കുക്കറിൽ വെച്ച് ഒരു വിസിലടുപ്പിക്കാം. ഇതിൽ കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിടാം. നമുക്കിനി ഇതിൽ ഒരു ലേശം മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ഇടാം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി വേണമെങ്കിൽ നോക്കിയിട്ടിടാം. പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് അത് വേകാനുള്ള ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് അടുപ്പത്തിങ്ങനെ വെക്കാം. നമുക്കിത് മൂടി വെക്കാം. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ടേ ഒറ്റൊരു വിസിലടുപ്പിക്കാം. അത് ശരിയെന്നെ. ഓക്കെ ആയില്ലേ? ഇതിപ്പോൾ ഒരു വിസിൽ വന്നു. ഈ ഒരു വിസിൽ ഇനി നമുക്കിത് തുറക്കാതെ വെച്ച് ഇതിൻ്റെ ഗ്യാസ് പോണത് വരെ വെയിറ്റ് ചെയ്യുക. ചില ചക്കക്കുരു നല്ല പൊടി നല്ല വേകുന്നതായിരിക്കും, അതിന് 2 വിസിൽ വേണം. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കണതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക. ഇപ്പം ഞാനിത് ഇറക്കി താഴ്ത്തി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഗ്യാസ് പോണത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേ നമുക്ക് അതിന് വേണ്ട ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെക്കാം. ഇനി ഉള്ളി കഴുകിഞ്ഞെടുക്കാം. ഇനി ഉള്ളി അരിയാം. ഇനി പച്ചമുളക് 4ആയിട്ട് കീറിയിടാം.
ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയി. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ വെച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വേവും ആയിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചക്കക്കുരു വേവിച്ചതിന് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ടെടുക്കാം. നമുക്കിനി ഇതിൽ എണ്ണ ഒഴിക്കാം. ഇതിൽ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ലേശം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടിച്ചതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ തന്നെ മുളക് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഈ ഉപ്പേരിക്കൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടിടുമല്ലോ. ഇനി നമുക്കിതിലേ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വേവിച്ചതിൽ ഉപ്പ് കുറവാണ്. അപ്പം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ആ ചുള്ളിൽ ഒരെണ്ണം എടുത്തേ. ഇനി നമുക്ക് ഈ ചക്കക്കുരു വേവിച്ചത് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാവട്ടെ. നമുക്കിനി എടുക്കാം. നല്ല ഇതായി. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമുക്കിനി പാത്രത്തിൽ കോരി വെക്കാം. അതേപോലെ ചക്കക്കുരു കൊണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാമെന്നറിയോ? ഇപ്പം നമ്മുടെ ചക്കക്കുരു ഉപ്പേരി റെഡിയായി. ഇനി ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്കക്കുരു കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല രസമുള്ള സാധനമാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.